രാമായണത്തിൽ അഞ്ജനയുടെ മകനായി പിറന്നതുകൊണ്ടാണ് ഹനുമാന് ആഞ്ജനേയൻ എന്ന നാമം ലഭിക്കുന്നത്. ആ നാമത്തിലുള്ള ഒരു യോഗയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആഞ്ജനേയാസൻ. ഇത് ചെയ്യുന്ന കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് കൈക്കും കാലിനും നല്ല ബലം ലഭിക്കുന്നു. കൂടാതെ നമ്മളുടെ മാനസിക സമ്മർദ്ദം കുറച്ച് കൊണ്ടുവരികയും നമ്മളുടെ കോൺസെൻട്രേഷൻ ഉയർത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം വരാൻ പോകുന്ന തൈറോയ്ഡ് അസുഖങ്ങൾ വരാതിരിക്കാൻ ഈ യോഗ നമ്മളെ സഹായിക്കുന്നു. ഈ യോഗ ശരിയായ രീതിയിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് നോക്കാം. ഇതിനായി ഒരു 4 അടി അകലത്തിൽ വലത്തേ കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കാം. ഇനി നമ്മൾ ഓട്ട മത്സരത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എങ്ങനെ ഇരിക്കുക എന്ന പോലെ കൈകൾ രണ്ടും വലത്തേ കാലിൻ്റെ ഇരു സൈഡിലും പ്രസ് ചെയ്യാം. ഇടത്തേ കാലിൻ്റെ കാൽവിരൽ, മുട്ട് എന്നിവ കുത്തി നിർത്താം. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈകൾ തൊഴുത് പിടിച്ച് നേരെ മുകളിലോട്ട് ഉയർത്തി ബാക്കിലോട്ട് പറ്റാവുന്ന അത്രയ്ക്കും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഉള്ളിലോട്ട് ശ്വാസം എടുക്കാം, പുറത്തേക്ക് വിടാം. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം കൈകൾ വിടിയിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം. ഇനി വലത്തേ കാല് ബാക്കിലോട്ട് വെച്ച് ഇടത്തേ കാല് ഫ്രണ്ടിലോട്ട് വെച്ച് വലത്തേ കാലിൻ്റെ കാൽവിരൽ, മുട്ട് എന്നിവ കുത്തി നിർത്തി നേരെ ദൃഷ്ടി നോക്കി കൈകൾ കൂപ്പി ശ്വാസം ഉള്ളിലോട്ടെടുത്ത് മാക്സിമം ബാക്കിലോട്ട് വളഞ്ഞ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 3 പ്രാവശ്യം ശ്വാസം ഉള്ളിലോട്ട് പുറത്തേക്കും വിട്ട് സാവകാശം കൈകൾ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം. കാല് ബാക്കിലോട്ട് വെച്ച് വജ്രാസനത്തിലേക്ക് വരാം. പൂർണ്ണമായും വിശ്രമിക്കാം. ഇങ്ങനത്തെ ചെറിയ യോഗാസനങ്ങൾ സ്ഥിരമായി ചെയ്യൂ. നമ്മൾ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സ്ഥിരമായി പൊരുതിക്കൊണ്ടേയിരിക്കും.